ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം കണ്ട തേരാളിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്ന വേളയിൽ അധർമ്മം എവിടെ ജനിക്കുന്നുവോ അവിടെ ഭഗവാൻ അവതരിക്കും. ആ അവതരിച്ച കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ കൊണ്ട് കണ്ട് വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇന്ന് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അത്താഴ പൂജ കഴിഞ്ഞുവല്ലോ കണ്ണ, കൃഷ്ണനാട്ടം കളി തീർന്നുവല്ലോ. എല്ലാവർക്കും നമസ്കാരം. ലക്ഷ്മിയാണ് കേട്ടോ. ഇന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടെയാണ് ഇവിടെ ഇരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ കഥകൾ പറയുന്നുണ്ട്. ഇത്രയും ജീവനുകൾ പൊലിഞ്ഞപ്പോൾ ആ ഭഗവാൻ എവിടെ പോയി എന്ന്. ഞാൻ അവരോടൊന്നും പറയാൻ പോയില്ല. കാരണം നമ്മുടെ പുരാണങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അറിയാൻ സാധിക്കും, ഒരുപാട് യുദ്ധങ്ങൾ നടന്നിരുന്നു. അന്ന് ദേവന്മാർ തമ്മിലാണെങ്കിൽ ഇന്ന് മനുഷ്യർ തമ്മിൽ എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരുപാട് യുദ്ധങ്ങൾ അന്നും നടന്നിരുന്നു. ഭഗവാൻ അവതരിക്കേണ്ട ആ വേളയിൽ ഭഗവാൻ യഥാസമയം അവതരിക്കും. നമ്മുടെ കൺമുന്നിലൂടെ ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞു, ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി, ഒരുപാട് സിന്ദൂരങ്ങൾ മാഞ്ഞുപോയി. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ പൊലിഞ്ഞ ജീവനുകളെ ഭഗവാനിലേക്ക് ചേർത്തിയിട്ട് ഭഗവാൻ തക്ക സമയത്ത് യഥാസമയം ഭഗവാൻ അവർക്കുള്ളൊരു മറുപടി കൊടുത്തു എന്നുള്ളതാണ്. ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ എങ്ങനെയാണ് അവതരിച്ച്? ഇന്ത്യൻ ഗവൺമെന്റായിട്ടും ഇന്ത്യൻ സൈനികരുമായിട്ടും ഭഗവാൻ അവതരിച്ചു. അദ്ദേഹം തീരുമാനിച്ച തീരുമാനങ്ങളെ മാറ്റിമറിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. യഥാസമയം കൊടുക്കേണ്ട യഥാസമയത്ത് അദ്ദേഹം അങ്ങ് അവതരിക്കും. അങ്ങനെ ഭഗവാൻ അവതരിക്കുക എന്നുള്ളത് ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രൂപത്തിലല്ല, ഭഗവാൻ മനുഷ്യന്റെ രൂപത്തിലാണ് മനുഷ്യരെ സംരക്ഷിക്കാനായിട്ട് വരിക. ഭഗവാൻ നിയോഗിച്ച കുറച്ച് വ്യക്തികളുടെ രൂപത്തിൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കാനായിട്ട് വരും. ആ കാഴ്ചയാണ് നമ്മുടെ കൺമുന്നിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടപ്പിറപ്പുകളെ ജീവൻ പൊലിഞ്ഞപ്പോൾ ആ കൂടപ്പിറപ്പുകളെ ഭഗവാനിലേക്ക് ചേർത്തിയിട്ട് അതിനുള്ള യഥാസമയം അദ്ദേഹം അവിടെ മറുപടി കൊടുത്തു എന്നുള്ളതാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു. ഈ ഒരു ഇന്ത്യയിൽ എനിക്ക് ജീവിക്കാനായിട്ട് സാധിച്ചതിന്. അതുപോലെ തന്നെ സ്വന്തം ജീവനെ വില കൽപ്പിക്കാതെ നമ്മുടെ പൊരിഞ്ഞു പോയ സൈനികരുടെ ജീവനെയും ഒറ്റ വീണ ചോരത്തുള്ളിക്കും വില കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ച നമ്മുടെ ഇന്ത്യൻ സൈനികരുടെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. അതിനൊരു നിർദ്ദേശം നൽകിയ ഇന്ത്യൻ ഗവൺമെന്റിന്റെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. ഇന്ന് നമ്മുടെ കൺമുന്നിലൂടെ കണ്ടൊരു കാഴ്ചയാണ് തിരിച്ചടി. ഭഗവാൻ എന്നും നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗത്തേ നിൽക്കുള്ളൂ. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാസമയം അദ്ദേഹം അവതരിക്കും. ആ കുഞ്ഞു തലയ്ക്കുള്ളിലെ തീരുമാനങ്ങളെ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കൺമുന്നിലൂടെ നമ്മൾ കരഞ്ഞു തീർത്ത നാളുകൾ പിന്നിടുന്ന ആ ഒരു വേളയിൽ നമുക്ക് അഭിമാനത്തോടു കൂടെ ഉയർന്നു നിന്നുകൊണ്ട് നമ്മുടെ ചോരയ്ക്ക് തിരിച്ചടി കൊടുക്കാൻ സാധിച്ചു. നമ്മുടെ കണ്ണിൽ നിന്നും അടർന്നു വീണ കണ്ണുനീര് നിലം പതിക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ അവതരിച്ചു. അതിനൊരു തിരിച്ചടിയും ഭഗവാൻ നൽകി. അതിന് ഭഗവാൻ നിയോഗിച്ചത് ആരെയാണ്? ഇന്ത്യൻ സൈന്യത്തിന്, ഇന്ത്യൻ ഗവൺമെന്റിന്. ആ രൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹം ഒരിക്കലും സ്വയം സംരക്ഷിക്കാനായിട്ട് നോക്കിയിട്ടില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ പേമാരി കോരിച്ചൊരിയുന്ന വേളയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോവർദ്ധനം എന്ന മഹാപർവ്വത്തെ ഉയർത്തിയത് സ്വയം സംരക്ഷിക്കാനായിട്ടായിരുന്നില്ല, തന്റെ പ്രജകളെ സംരക്ഷിക്കാനായിട്ടായിരുന്നു. പാഞ്ചാലിക്ക് വസ്ത്രം കൊടുത്ത് സംരക്ഷിച്ചത് തന്റെ ഭക്തയെ സംരക്ഷിക്കാനും ഭക്തയുടെ മാനത്തെ സംരക്ഷിക്കാനുമായിട്ടായിരുന്നു. കാളിയന്റെ തലയിൽ വിഷം ചീറ്റുന്ന കാളിയന്റെ തലയിൽ നൃത്തം ചെയ്തത് സ്വയം രക്ഷിക്കാനായിട്ടായിരുന്നില്ല, തന്റെ പ്രജകളെ സംരക്ഷിക്കാനായിട്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം കണ്ട തേരാളിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്ന വേളയിൽ അധർമ്മം എവിടെ ജനിക്കുന്നുവോ അവിടെ ഭഗവാൻ അവതരിക്കും. ആ അവതരിച്ച കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണുകളെ കൊണ്ട് കണ്ട് വിശ്വസിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇന്ന് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. ശരിയാണ്. ധർമ്മത്തിന് ക്ഷയം സംഭവിച്ച അധർമ്മം എവിടെ ജനിക്കുന്നുവോ അവിടെ ഭഗവാൻ അവതരിക്കും. ചോരയുടെ മണം ഉണങ്ങുന്നതിന് മുൻപ് തന്നെ മറുപടി കൊടുത്ത നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനെയും പവർഫുള്ളായ ഇന്ത്യൻ ഗവൺമെന്റിനെയും പവർഫുള്ളായ നമ്മുടെ ഇന്ത്യൻ ആർമിക്കും ബിഗ് സല്യൂട്ട്.